വെൽക്കം ടു എഡ്യൂക്കെയർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഐനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഐൻ്റെ പൊസിഷൻ നോക്കാം. ഐ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ഐ സോക്കറ്റ് അഥവാ നേത്രകോടാരം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ കാണുന്നതാണ് ഐ എന്ന് പറയുന്നത്. നേത്രകോടാരത്തിൽ നമ്മുടെ ഐനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന മസിൽസിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഐ മസിൽസ് അഥവാ ബാഹ്യ കൺപേശികൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് എക്സ്റ്റേണൽ ഐ മസിൽസ്. ഇനി നമ്മുടെ കണ്ണിൽ ഇമേജ് ഫോം ചെയ്തതിന് ശേഷം ആ ഒരു മെസ്സേജ് നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്ന നെർവാണ് ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഒപ്റ്റിക് നെർവ്. ഇനി നമ്മുടെ കണ്ണിൻ്റെ വൈറ്റ് നിറമുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് സ്ലിറ. ഈ സ്ലിറ ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അത് ഒന്നും കൂടി പ്രൊജക്റ്റായി ഒരു ട്രാൻസ്പെറൻറ്റ് ലെയറായി മാറുന്നു, അല്ലെങ്കിൽ സുതാര്യമായിട്ട് മാറുന്നു. ആ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുന്ന ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് കോർണിയ. ഈ കാണുന്നതാണ് കോർണിയ. കോർണിയ ട്രാൻസ്പെറൻറ്റ് ലെയറാണ്. ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ ലൈറ്റ് കടന്നു പോകാൻ ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ്, കോർണിയയ്ക്ക് താഴെയായിട്ട് ഈ ബ്ലാക്ക് കളർ പോലെ കാണുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ഐറിസ്. ഐറിസിന് ബ്ലാക്ക് നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണകം അല്ലെങ്കിൽ പിഗ്മെൻ്റാണ് മെലാനിൻ എന്ന് പറയുന്നത്. ഈ മെലാനിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലമാണ് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നിറം മാറാനുള്ള കാരണം. ഇനി ഐറിസിൻ്റെ നടുവിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു സുഷിരത്തെ പറയുന്ന പേരാണ് പ്യൂപ്പിൾ. ഇതിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് കണ്ണിൻ്റെ പുറം ഭാഗത്ത് കാണപ്പെടുന്നത്. ഇനി നമുക്ക് കണ്ണ് ഡിസെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണിൽ രണ്ട് തരത്തിലുള്ള ഫ്ലൂയിഡാണുള്ളത്. ഒന്ന് അക്വസ് ഹ്യൂമറും രണ്ട് വിട്രിയസ് ഹ്യൂമറും. അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു വെള്ളം പോലെയുള്ളതാണ്. അതാണ് ഈ കാണപ്പെടുന്നത്. അത് കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിലാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. അതൊരു ജെല്ലി ടൈപ്പാണ്. ഈ ബ്ലാക്ക് പോലുള്ള ഭാഗത്തിന് പുറകിലായിട്ട് കാണപ്പെടുന്ന ജെല്ലി പോലെ കാണുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. അത് നമ്മുടെ കണ്ണിന് ഷേപ്പ് നൽകുന്നു. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണിലെ ലെൻസ്. നമ്മുടെ കണ്ണിലെ ലെൻസിൻ്റെ പേരാണ് കോൺവെക്സ് ലെൻസാണ് നമുക്കുള്ളത്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് പല ഭാഗത്തു നിന്ന് വരുന്ന ലൈറ്റിനെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ് റെറ്റിന എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് റെറ്റിന. റെറ്റിനയിൽ നിന്നും ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ഈ കാണുന്നതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ പ്രകാശഗ്രാഹികൾ അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നില്ല. ഇവിടെയാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ അവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നതല്ല. നെക്സ്റ്റ് കാണുന്നതാണ് യെല്ലോ സ്പോട്ട്. ഈ കാണുന്നതാണ് യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു എന്ന് പറയുന്നത്. ഇവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ ധാരാളമായി കാണപ്പെടുന്നു. ഇത്രയുമാണ് ഒരു ഐൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.